പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലവ്ലി ഷോട്ട്സിൻ്റെ പുതിയ ഒരു മോക്ക് ടെസ്റ്റിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2023 PSC പരീക്ഷകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മോക്ക് ടെസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. LP UP അതേപോലെ തന്നെ LDC LGS പരീക്ഷകൾക്ക് വേണ്ടിയാണ് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥക്ക് പറയുന്ന പേരെന്ത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സീറോഫ്താൽമിയ. സീറോഫ്താൽമിയയാണ് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥ. സീറോഫ്താൽമിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: ലോക പ്രമേഹ ദിനമായി ആചരിക്കപ്പെടുന്നതെന്ന്. ലോക പ്രമേഹ ദിനമായി ആചരിക്കപ്പെടുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, നവംബർ 14. നവംബർ 14 ലോക പ്രമേഹ ദിനമായി ആചരിക്കപ്പെടുന്നത്. നവംബർ 14. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ശരിയായ രീതിയിൽ യോജിപ്പിച്ചിരിക്കുന്നവയേത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ രീതിയിൽ യോജിപ്പിച്ചിരിക്കുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 4. തന്നിരിക്കുന്നതിൽ ശരിയായ രീതിയിൽ യോജിപ്പിച്ചിരിക്കുന്നതാണ് 1ഉം 4ഉം. 1 പൈനിയൽ ഗ്രന്ഥി മെലാറ്റോണിൻ, 4 അഡ്രീനൽ ഗ്രന്ഥി കോർട്ടിസോൾ. അഡ്രീനൽ ഗ്രന്ഥി കോർട്ടിസോളാണ്. പൈനിയൽ ഗ്രന്ഥി മെലാറ്റോണിനാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയും ആഗ്നേയ ഗ്രന്ഥിയും തെറ്റായ രീതിയിലാണ് യോജിപ്പിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എലിപ്പനിക്ക് കാരണമായ രോഗാണു ഏത്? എലിപ്പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബാക്ടീരിയ. എലിപ്പനിക്ക് കാരണമായ രോഗാണു ബാക്ടീരിയയാണ്. ആൻസർ ഓപ്ഷൻ ബി, ബാക്ടീരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: KARSAP കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന കർമ്മ പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടതെന്ന്? KARSAP കർസാപ്പ് എന്ന കർമ്മ പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടതെന്ന്? ഓപ്ഷൻ ബി ആണ്, 2018 ഒക്ടോബർ. 2018 ഒക്ടോബറിനാണ് KARSAP എന്ന കർമ്മ പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടത്. 2018 ഒക്ടോബർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: (2022) ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം? 2022 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ എ, സ്വീഡൻ. സ്വീഡനാണ് 2022 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം. 2022 സ്വീഡനാണ്. 2023 ആതിഥേയത്വം വഹിച്ച രാജ്യം കോട്ട് ഡിൽവോർ എന്ന് പറയുന്ന രാജ്യമാണ്. ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. 2023 പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം കോട്ട് ഡിൽവോർ ആണ്. കോട്ട് ഡി വോർ എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. 2024 ആതിഥേയത്വം വഹിക്കാൻ പോകുന്നത് സൗദി അറേബ്യയാണ്. 2024 സൗദി അറേബ്യയാണ്. അപ്പോൾ 2022 സ്വീഡൻ, 2023 കോട്ട് ഡിൽവോർ, 2024 സൗദി അറേബ്യയാണ് ആതിഥേയത്വം വഹിക്കാൻ പോകുന്ന രാജ്യം. അപ്പോൾ ഇവിടെ ആൻസർ സ്വീഡൻ. 2022 സ്വീഡൻ, നമ്മൾ പറഞ്ഞു. 2023 കോട്ട് ഡിൽവോർ, 2024 സൗദി അറേബ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ സി ആണ്,
രണ്ട് പ്രസ്താവനകളും ശരിയാണ്. 42ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. അതായത് ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും മിഥ്യാ പ്രതിബിംബം ആയിരിക്കും. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം ആയിരിക്കും. ഈ രണ്ട് പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്ര തത്വം ഏത്? ഒരു മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്ര തത്വം ഏത്? ഓപ്ഷൻ ബി ആണ് പാസ്കൽ നിയമം. പാസ്കൽ നിയമമാണ് മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ പ്രവർത്തനത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള തത്വം. പാസ്കൽ നിയമം മണ്ണുമാന്തി യന്ത്രത്തിൻ്റേത് പാസ്കൽ നിയമമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതി ആക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകും? രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതി ആക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകും? ആൻസർ ഓപ്ഷൻ സി ആണ്, 4 മടങ്ങ്. 4 മടങ്ങാണ് ആൻസർ. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം 4 മടങ്ങാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യനെ സ്പേസിൽ എത്തിക്കുന്നതിനായുള്ള ISRO പദ്ധതിയുടെ പേര്? മനുഷ്യനെ സ്പേസിൽ എത്തിക്കുന്നതിനുള്ള ISROയുടെ പദ്ധതിയുടെ പേരെന്ത്? ആൻസർ ഗഗൻയാൻ. ഗഗൻയാനാണ് ISROയുടെ മനുഷ്യനെ സ്പേസിൽ എത്തിക്കുന്ന പദ്ധതി. ഗഗൻയാൻ. ഗുരുത്വാകർഷണ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ? ഗുരുത്വാകർഷണ തരംഗങ്ങളുടെ അല്ലെങ്കിൽ ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞനാര്? ആൻസർ ആൽബർട്ട് ഐൻസ്റ്റൈൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ. ലിഥിയം ആറ്റത്തിലെ മൗലിക കണങ്ങളുടെ എണ്ണം? ലിഥിയം ആറ്റത്തിലെ മൗലിക കണങ്ങളുടെ എണ്ണം എങ്ങനെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 3 ഇലക്ട്രോൺ 3 പ്രോട്ടോൺ 4 ന്യൂട്രോൺ. 3 ഇലക്ട്രോണും 3 പ്രോട്ടോണും 4 ന്യൂട്രോണുമാണ് ലിഥിയം ആറ്റത്തിലെ മൗലിക കണങ്ങളുടെ എണ്ണം. പീരിയോഡിക് ടേബിളിനെ പറ്റിയുള്ള പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക. പീരിയോഡിക് ടേബിളിനെ പറ്റിയുള്ള പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്, 1 മാത്രം ശരി. 1 മാത്രമാണ് ശരിയായ പ്രസ്താവന. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു എന്നത് മാത്രമാണ് ശരിയായ പ്രസ്താവന. അലുമിനിയത്തിൻ്റെ അയിര് ഏത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്? അലുമിനിയത്തിൻ്റെ അയിര് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ബോക്സൈറ്റ് ആണ്. അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്ന നഗരം? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്ന നഗരം ഏത്? ആൻസർ ഓപ്ഷൻ സി, ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്ന നഗരം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. മറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.